ഹലോ ഫ്രണ്ട്സ്, ഫൈൻ ട്രൂത്ത് ബ്ലോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഈ വീഡിയോ അവസാനം വരെ നിങ്ങൾ കാണുക. അതിൻ്റെ കാരണങ്ങൾ ഞാൻ പറയുന്നത് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ഒരു 10-20 വർഷത്തിന് മുമ്പ് എല്ലാ കർഷകരും എന്ത് ചെയ്തിരുന്നെങ്കിൽ തങ്ങളുടെ വിളകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഡിസംബർ ജനുവരി കാലഘട്ടത്തിൽ, അതിനു മുമ്പ് തന്നെ, ഇപ്പോൾ ജനുവരി വിട്ടു പോകാറില്ല, ഒരു ഡിസംബർ ടു ജനുവരി ആ ഒരു സമയത്ത് മഴ മാറ്റത്തോട് ബന്ധപ്പെട്ട് തങ്ങളുടെ പുരയുടെ മുഴുവൻ കിളയ്ക്കും. അപ്പോൾ വലിയ തൂമ്പ ഉപയോഗിച്ച് ആളുകളെ നിർത്തി കിളയ്ക്കുക ചെയ്യുന്നത്. അന്ന് JCB ഒന്നും ഉണ്ടായിരുന്നില്ല. 10 വർഷം മുമ്പുള്ള കാര്യം ഞാൻ പറയാൻ. അപ്പോൾ അങ്ങനെ കിളച്ചിടുന്നൊരു ശാസ്ത്രീയ അറിവ് എൻ്റെ പിന്നിലുണ്ട്. നമ്മളുടെ പഴക്കമുള്ള ഏതെങ്കിലും അപ്പൂപ്പന്മാരോ അല്ലെങ്കിൽ കാരണന്മാരുണ്ടെങ്കിൽ അവരോട് ചോദിച്ചറിയാം. അവരെല്ലാം പറമ്പ് കിളയ്ക്കുമായിരുന്നു. എൻ്റെ ഓർമ്മയിലുണ്ട് പറമ്പ് കിളയ്ക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളത്തിൽ ഈ മണ്ണിൽ നിന്ന് ജലാംശം അധികം നഷ്ടപ്പെടാതിരിക്കാൻ തക്കവണ്ണം ചെയ്യുന്നൊരു പ്രക്രിയയാണ്. അപ്പോൾ ഈ മണ്ണിങ്ങനെ ഇളക്കിയിട്ട് കഴിഞ്ഞാൽ വെട്ടുകൾ കളിക്കാമെന്ന് അതിന് പറയുന്നത്. ഇടുക്കി ജില്ലയിലൊക്കെ വെട്ടുകൾ എന്നുള്ള ഭാഷ ഉപയോഗിക്കുന്നു. മറ്റ് സ്ഥലങ്ങളിൽ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഏതായാലും ഇവിടെ എങ്ങനെയാണ് പറയാറില്ല. വയനാട് ഭാഗത്തൊക്കെ ചിലപ്പോൾ വേറെ ഭാഷയായിട്ട് ഉപയോഗിക്കുന്നതിൽ പറഞ്ഞായിരിക്കും. ഏതായാലും കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിലെല്ലാം ആളുകൾ ഇങ്ങനെ ചെയ്യാറുണ്ട്. അത് വിളകൾ എന്തും ആയിക്കോട്ടെ, ഒരു പക്ഷേ കൊടിത്തോട്ടോ അതല്ലെങ്കിൽ മറ്റ് വിളകൾ എന്ത് വിളയായിക്കോട്ടെ, അവരെല്ലാം എന്ത് ചെയ്യുന്നു, ഇങ്ങനെ ഒരു സംഗതി ചെയ്യും. ഈ മണ്ണിങ്ങനെ ഇളക്കിയിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മണ്ണിൽ ധാരാളം വായു കുമിളുകളുണ്ടാവും. വായു പ്രവേശിക്കും. ഇതിനിടയ്ക്കൂടെ എല്ലാം വായു കയറുന്നുണ്ട്, ഉണ്ടോ? അപ്പോൾ ഇത് വായു കയറുമ്പോൾ ഞാൻ ഉദാഹരണം പറയുകയാണല്ലേ, ഇപ്പോൾ ഇതിൻ്റെ അകത്ത് കട്ടയുണ്ട്. ഇതുണ്ടോ? ഇത് ഒരു മൺകട്ടയാണ്, ദൃഢമായിട്ടുള്ളൊരു കട്ട. ഈ കട്ടയ്ക്കുള്ളിലുള്ള ഇതിനേക്കാളും എയർ കൂടുതൽ എവിടെയുണ്ടായിരിക്കും? ഈ ലൂസ് മണ്ണിൽ ഉണ്ടാകും, ഉണ്ടോ? എയർ കുമിളുകൾ കൂടുതലുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയാണ് ഈ ജലാംശമായിട്ട് ഇത് ബന്ധപ്പെട്ടിരുന്ന സംഗതി എങ്ങനെയാണ്? ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. ഈ മൺകട്ടയാണ്. ഈ മൺകട്ടയിൽ നമ്മൾ ഒരു തുള്ളി വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് പെട്ടെന്ന് പരന്ന് പല ഭാഗങ്ങളിലേക്ക് പോകും, അല്ലേ? കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അത് മൊത്തം കട്ട കുതിർന്നു വരും. പെട്ടെന്ന് തന്നെ ആ വെള്ളം വ്യാപിച്ച് കട്ടയിലേക്ക് മൊത്തം വ്യാപിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ തക്കണം കഴിയും, അല്ലേ? അതാണ് അതിൻ്റെ സംഗതി. അപ്പോൾ പെട്ടെന്ന് വ്യാപിച്ചു പോകും. എന്നാൽ അതേ സമയത്ത് തന്നെ, കാരണം അന്നേരം ഈ കട്ട ദൃഢമായത് കൊണ്ട് ഇതിൻ്റെ എയർ കുമിളുകൾ കുറവാണ് അതിൻ്റെ അകത്ത്. അതാണ് പെട്ടെന്ന് വ്യാപിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള പൊടിമണ്ണിലാകുമ്പോൾ എയർ കുമിളുകൾ ധാരാളം കൂടുതലുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കട്ടയിൽ വെള്ളം ചാടിക്കഴിയുമ്പോൾ അന്തർവ്യാപനം മുഖാന്തരം പെട്ടെന്ന് വ്യാപിക്കുന്ന പോലെ ഈ മണ്ണിൽ വ്യാപിക്കുകയില്ല. അതാണ് ഗുണം. അപ്പോൾ ഇതിൻ്റെ അടിയിലുള്ള ജലാംശം പെട്ടെന്ന് നഷ്ടപ്പെടുന്നില്ല. മണ്ണ് ദൃഢമാണെങ്കിൽ പെട്ടെന്ന് തന്നെ അന്തർവ്യാപനത്തിലൂടെ ഈ വെള്ളം പെട്ടെന്ന് വെപ്പറായി പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അങ്ങനെ ശാസ്ത്രീയ വശത്തിൻ്റെ പിന്നിലുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ പറമ്പ് കിളച്ചിടാൻ പറയുന്നതിൻ്റെ കാരണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറമ്പ് കിളച്ചിട്ടാൽ നമുക്ക് അതിൻ്റേതായിട്ടുള്ളൊരു മേന്മയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, മണ്ണിൽ നിന്നും ഈ വെള്ളം വലിഞ്ഞു പോകുന്ന ഈ പ്രക്രിയയ്ക്ക് പറയുന്നത് ക്യാപില്ലറി ആക്ഷൻ എന്നാണ് പറയുന്നത്. അതായത് ഒരു മൺകട്ടയിൽ ഈ കണങ്ങൾ തമ്മിൽ, മണ്ണിൻ്റെ ചെറിയ ചെറിയ കണങ്ങൾ തമ്മിൽ ദൃഢമായിട്ട് പറ്റിയിരിക്കും. എന്നാൽ പൊടിമണ്ണിൽ എന്ന് പറയുമ്പോഴത്തേക്കും അങ്ങനെ ദൃഢമായിട്ട് പറ്റിയിരിക്കുന്നില്ല. അപ്പോൾ അതിനകത്ത് എയർ കുമിളുകൾ ധാരാളമായിട്ടുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ജലത്തെ പിടിച്ചു നിർത്താനുള്ള കഴിവ് പൊടിമണ്ണിന് കൂടുതലായിരിക്കും. പക്ഷേ കട്ടയായിട്ടുള്ള മണ്ണിൽ അത് കുറവായിരിക്കും, എയറിൻ്റെ അംശം. അപ്പോൾ തന്നെയുള്ള കണങ്ങൾ ദൃഢമായിട്ട് പറ്റിപ്പിടിച്ചിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഒരു തുള്ളി വെള്ളം നമ്മളതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് വ്യാപിച്ചു പോകും. മൺകട്ടയിലാണ്. ഇപ്പോൾ നമുക്കൊരു പരീക്ഷണം നടത്താം. ഇപ്പോൾ ഞാൻ ഈ ഫിൽറ്റർ ഉപയോഗിച്ച് ഒരു തുള്ളി വെള്ളം ഈ മൺകട്ടയിൽ ഒഴിക്കുകയാണ്. നോക്കിക്കോണം, ഉണ്ടോ? ആ ഒഴിച്ച സെക്കൻഡിൽ അത് എത്രത്തോളം വ്യാപിച്ച് നോക്കി. സെക്കൻഡ് വെച്ചത് പടർന്നു പോയി. ഉണ്ടോ? അത് പരക്കുന്നുണ്ടോ? സൈഡിലേക്കും ഒക്കെ പരന്ന് സൈഡിലേക്ക് പോകുന്നുണ്ടോ? പെട്ടെന്ന് തന്നെ അത് വ്യാപിക്കുന്നുണ്ട്, ഉണ്ടോ? അപ്പോൾ ഇതിൻ്റെ ഈ കണങ്ങൾ തമ്മിൽ വളരെ ദൃഢമായിട്ടിരിക്കുന്നുണ്ട്. ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് പെട്ടെന്ന് തന്നെ അത് കൈമാറുക ചെയ്യുന്നത്. ഈ ക്യാപില്ലറി ആക്ഷൻ കൂടുതലാണ് ഇവിടെ. അതാണ് സംഭവം. എന്നാൽ പൊടിമണ്ണിനെ സംബന്ധിച്ച് അങ്ങനെയല്ല. പൊടിമണ്ണാകുമ്പോഴത്തേക്കും ആ വിധത്തിൽ അത്രയും പെട്ടെന്ന് പടരത്തില്ല. ഇപ്പോൾ നമുക്ക് പൊടിമണ്ണിലേക്ക് ഒരു തുള്ളി ഒഴിക്കാം, ഉണ്ടോ? അപ്പോൾ അവിടെയുള്ളതിനേക്കാളും പെട്ടെന്നാണ് ഇവിടെ പടരുന്നത്. ഇതിൻ്റെ സർഫേസ് കുറവാണ്, പടർന്ന സർഫേസ് കുറവാണ്. പക്ഷേ നമ്മൾ ഈ കട്ടയിൽ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു തുള്ളി പെട്ടെന്ന് തന്നെ പടർന്ന് സർഫേസ് കൂടുതലായിട്ടിലേക്ക് വ്യാപിക്കും. അതാണ്, ഉണ്ടോ? അപ്പോൾ അവിടെ തുള്ളി ഒഴിച്ചതും ഇവിടെ തുള്ളി ഒഴിച്ചതും തമ്മിലുള്ള വലിപ്പ വ്യത്യാസങ്ങൾ നോക്കി, ഉണ്ടോ? നിങ്ങൾക്കത് മനസ്സിലാക്കാൻ തക്കൊണ്ട് സാധിക്കും, ഉണ്ടോ? അപ്പോൾ ഇതാണ് എൻ്റെ സംഗതി. അപ്പോൾ അതുകൊണ്ട് മണ്ണ് ഇളക്കമുള്ളതാക്കി സൂക്ഷിക്കുന്നത് എപ്പോഴും നമുക്ക് വെള്ളത്തിൻ്റെ അംശം അധികം നഷ്ടപ്പെടാതെ നമുക്ക് സഹായപ്രദമായിരിക്കും.
അപ്പോൾ ഇതാണ് ഇന്നത്തെ ഈ വീഡിയോ. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ചില കൃഷി ടിപ്സുകൾ ഇതിനകത്തുണ്ടായിരുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ചാനലിൽ ഇതുവഴി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് മറ്റൊരു വിഷയമായിട്ട് കാണാം. അതുവരെ ഗുഡ് ബൈ.